അന്നേരം ഇന്ന് നമ്മൾ റേഡിയോ ബട്ടൺ ആണ് പറയുന്നത്. പക്ഷെ റേഡിയോ ബട്ടണിന്റെ കൂട്ടത്തിൽ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ടേ. ആദ്യം ഞാൻ പറയുന്ന ഇതുവരെ നമ്മൾ ചെയ്ത പ്രോഗ്രാം എല്ലാം റിലേറ്റീവ് ലേഔട്ട് ആയിരുന്നു അല്ലയോ? അതെ. അടുത്ത ലേഔട്ടിലേക്ക് ഞാൻ പോവാണ്. നമുക്ക് 4-5 മിനിമം 4 ഉണ്ട്. അതിൽ അടുത്ത ലേഔട്ടിലേക്ക് പോകുന്നത് ലീനിയർ ലേഔട്ടേ. ലീനിയർ ലേഔട്ടിലേക്ക് പോവാണേ. ഓക്കെ, അന്നേരം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലേഔട്ടിനകത്ത് വന്ന് പുതിയൊരു ലേഔട്ട് ഉണ്ടാക്കുന്നു. ന്യൂ എടുത്തു, ലേഔട്ട് ഫയൽ വെച്ചു. ഓക്കെ, ഞാൻ ലേഔട്ടിന് ഞാൻ റേഡിയോ എന്ന പേര് കൊടുത്തു. റൂട്ട് എലമെന്റ് ഞാൻ നേരത്തെ റിലേറ്റീവ് മാറ്റിയിട്ട് ആ പുതിയ ലേഔട്ടിലേക്ക് വന്നു, ലീനിയർ ലേഔട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. എന്നിട്ട് radio.xml എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ആയി വന്നു. അതിന്റെ കോഡിനകത്ത് നോക്കുക. ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം റിലേറ്റീവ് ആണ്. അതുകൊണ്ട് ഇപ്പൊ പുതിയത് വന്നു, ലീനിയർ ലേഔട്ട്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പേരന്റിനെ റിലേറ്റ് ചെയ്ത് വരും അല്ലേ? അതിന്റെ തൊട്ട് മുമ്പുള്ള ഏതാണോ ചൈൽഡ് ആണോ അതിന്റെ മേളിൽ വെക്കാം, താഴെ വെക്കാം, അപ്പുറത്ത് വെക്കാം, ഇപ്പുറത്ത് വെക്കാം. സെന്റർ ഇൻ പേരന്റ് എന്ന് പറഞ്ഞാൽ നടുക്ക് വരും അല്ലെ? അങ്ങനെ കുറെ തൊട്ട് മുമ്പുള്ള അല്ലെ വേറെ അതിനകത്തുള്ള കമ്പോണന്റിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് റിലേറ്റീവ്. ഓക്കെ, ഇനി ലീനിയർ എന്ന് പറയുമ്പം അങ്ങനല്ല. ഇതിനകത്ത് ബേസിക് ആയിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്, ഓറിയന്റേഷൻ വെർട്ടിക്കലും ഹൊറിസോണ്ടലും. ഡിഫോൾട്ട് അതിൽ കിടക്കുന്ന വെർട്ടിക്കലാണെന്ന് കാണാമല്ലോ അല്ലെ? 3ാമത്തെ ലൈൻ വെർട്ടിക്കലാണ് കണ്ടോ? ഓറിയന്റേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്, ഡിഫോൾട്ട് വെർട്ടിക്കലാണ്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹൊറിസോണ്ടലാണ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 3 കമ്പോണന്റ് അല്ലെ 3 ബട്ടൺ എന്ന് വെക്കാൻ പോവാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അന്നേരം ഇത് നമ്മൾ വിട്ടും ഹൈറ്റും എപ്പോഴും കൊടുക്കുന്നതാണ്. പുതിയൊരു പ്രോപ്പർട്ടി കൂടെ വന്ന് ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഡിഫോൾട്ട് വെർട്ടിക്കലാണ് കിടക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഒരു ബട്ടൺ വെക്കുവാണ്. അതിലൊക്കെ ഉണ്ടോ? അതോ പോയാ? ഉണ്ട്. ഓക്കെ, ഒരു ബട്ടൺ വെച്ചു. ബട്ടൺ ആ സ്ക്രീനിൽ എവിടെ വന്നതെന്ന് നിങ്ങൾ കണ്ടു. ടെക്സ്റ്റ് 1 എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഈ ബട്ടനെ ഞാനൊന്ന് കോപ്പി ചെയ്തു, താഴോട്ട് വെച്ചു. അപ്പൊ താഴെ വന്നു, അടുത്ത വെച്ചു. ഇപ്പൊ 4 വെച്ചു. കണ്ടോ? 4 എങ്ങനെ വന്നേ? താഴോട്ടാണ്. കണ്ടോ? ഇതാണ് വെർട്ടിക്കൽ. ക്ലിയർ ആയോ? മറ്റേത് നമ്മള് റിലേറ്റീവിനകത്ത് ടോപ്പ് മാർജിൻ ഒക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. ആ മാർജിൻ കൂട്ടി കൊടുക്കുമ്പോഴാണ് താഴോട്ട് വന്നോണ്ടിരുന്നത് അല്ലേ? ഇതാകുമ്പോ അത് ചെയ്യേണ്ട, താഴെ വരത്തുള്ളൂ. ഇതാണ് ഓറിയന്റേഷൻ അല്ലെ ലീനിയർ ലേഔട്ടിന്റെ പ്രത്യേകത. ഡീഫോൾട്ട് അത് വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഒന്നിന് താഴെ ആയിട്ട് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഞാൻ ഈ ഓറിയന്റേഷൻ വെർട്ടിക്കൽ നിന്ന് മാറ്റിയിട്ട് ഹൊറിസോണ്ടലാക്കാൻ പോവാണ്. കണ്ടോ? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ആ ഈ ഒറ്റ കാര്യമേ ഉള്ളൂ. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ റിലേറ്റ് ചെയ്ത് വരുമെങ്കിൽ ലീനിയറിനകത്ത് താഴോട്ടും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉള്ളു. ഡിഫോൾട്ട് കിടക്കുന്ന വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒന്ന് താഴെ ആയിട്ട് വരും. ഹൊറിസോണ്ടലാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വരും. ക്ലിയർ ആണേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്ത് പറ്റി? ആർക്കൊന്നും മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട് സർ, ക്ലിയർ ആണ്. ഫയൽ എടുത്തു, മെയിൻ ആക്ടിവിറ്റി എടുത്തു. അതിനകത്ത് ലേഔട്ടിന്റെ പേര് റേഡിയോ എന്ന് എഴുതി. ഞാൻ റൺ ചെയ്യാൻ കൊടുത്തേക്കുവാണ്. അവിടെ ബിൽഡ് ആവുന്നുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് എന്ത് വരുമെന്ന് അറിയാൻ അതിനകത്തൊരു ബട്ടൺ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ അല്ലേ? എനിക്ക് ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടോസ്റ്റ് വരണം. എന്നിട്ട് നമുക്ക് ബാക്കി കോഡ് എഴുതി തുടങ്ങാം. നേരത്തേക്ക് അത് വിചാരിക്കും. ബട്ടൺ വെക്കണമെങ്കിൽ ആദ്യം ബട്ടൺ ഒരു ക്ലാസിന്റെ ഒബ്ജക്ട് ഉണ്ടാക്കണം അല്ലേ? ബട്ടൺ എന്ന് പറഞ്ഞ ക്ലാസ്, അതിന്റെ ഒബ്ജക്ട് B1, അതിനെ ടൈപ്പ് ക്ലാസ് ചെയ്യണം ഈക്വൽസ് ബട്ടൺ. ഫൈൻഡ് വാല്യൂ ബൈ ഐഡി R.ID.B1. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സംഭവിക്കേണ്ടത്. അന്നേരം എന്താണ് B1 ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ അടിച്ചാൽ മതി അല്ലേ? കോഡെല്ലാം തന്നെ വരും അല്ലേ? ഇനി ഇവിടെ എന്താ സംഭവിക്കേണ്ടതെന്ന് എഴുതി വെക്കുക. ഇവിടെ സംഭവിക്കേണ്ട ടോസ്റ്റ് ആണ്. ടോസ്റ്റ് ഇടുന്നത് ടോസ്റ്റ്
ഡോട്ട് മെയിൻ ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. അതിനകത്ത് 3 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ആദ്യത്തെ കോണ്ടെക്സ്റ്റ് മെയിൻ ആക്ടിവിറ്റിയിലാണ്. മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്, ഇവിടാണ് മെയിൻ ആക്ടിവിറ്റിയിലാണ് കിട്ടേണ്ടത്. എനിക്ക് വരേണ്ട മെസ്സേജ് ഞാൻ ഡബിൾ കോട്ട്സ് കൊടുത്തു, ഹായ് ഓൾ. എന്നിട്ട് 3ാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ആണ്, എത്ര നേരം നിൽക്കണം എന്ന് പറയുന്നത്. ഞാൻ ലോങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് വരണമെങ്കിൽ ഡോട്ട് ഷോ, അത് മറന്നു പോരുന്നു. ഓക്കെ, അടുത്ത ബട്ടൺ വന്നിട്ടുണ്ട്. ഷോ തെറ്റി, ഷോ ശരിയാക്കി. ഓക്കെ ആണല്ലോ, ഇത്രയും റൺ ആവും നോക്കാം. ഓക്കെ, ഇതാവുന്നു ഹായ് ഓൾ, താഴെ വന്നു കാണാമല്ലോ. ലോങ് ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് കൂടുതൽ സമയം നിൽക്കുന്നത്. ഷോർട്ട് ആണ് പെട്ടെന്ന് വന്നിട്ട് പോകാൻ. നേരം ടോസ്റ്റ് വന്നു. അതിന് മുമ്പ് ഞാൻ ലീനിയർ ലേഔട്ട് എന്ന് പറഞ്ഞു. ലീനിയർ ലേഔട്ടിനകത്ത് ഓറിയന്റേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അത് താഴോട്ടും സൈഡിലോട്ടും ആണ് വരുന്നത്. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഓറിയന്റേഷൻ വെർട്ടിക്കൽ ആണ്, താഴോട്ട് വരും. നമ്മൾ ഹൊറിസോണ്ടൽ ആക്കിയാൽ ലെഫ്റ്റിലേക്ക് വരും. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു ബട്ടൺ വെച്ചു. ആ ബട്ടനെ ക്ലിക്ക് ചെയ്തപ്പം എന്ത് വന്നു, ഒരു ടോസ്റ്റ് വന്നു. ഓക്കെ, ഈ ടോസ്റ്റിനെ ഞാൻ ഇങ്ങനെ എഴുതാതെ ഞാനൊരു ക്ലാസ് എഴുതിയിട്ട് ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡിനെ കോൾ ചെയ്യാൻ പോവാം. ഇത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊരു വലിയൊരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് ഈ ടോസ്റ്റിനെ ഇങ്ങനെ വിളിക്കാതെ, ടോസ്റ്റ് എന്നല്ല, ഇപ്പൊ ഒരു മെസ്സേജ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡ് വഴി ടോസ്റ്റിനെ വിളിക്കാൻ പോവാം. അന്നേരം എങ്ങനെ നമുക്കൊരു ക്ലാസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ക്ലാസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ആദ്യത്തെ നമ്മുടെ പാക്കേജ് അതെ ക്ലിക്ക് ചെയ്യുക. കാണുന്നുണ്ട് ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മുടെ പാക്കേജ് ആണിത്. അതിൽ ആദ്യത്തെ റൈറ്റ് ബട്ടൺ അടിക്കുക, ന്യൂ എടുക്കുക, ജാവ ക്ലാസ്. ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ ജാവ ഫോൾഡറിൽ ആദ്യത്താണ് നമ്മുടെ പാക്കേജ്. അത് റൈറ്റ് ബട്ടൺ അടിക്കുക, ന്യൂ എടുക്കുക, ജാവ ക്ലാസ് ആദ്യം കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനോട് ക്ലാസിന്റെ പേര് ചോദിക്കുന്നു. ഒരു ബോക്സ് കാണാമോ? ന്യൂ ജാവ ക്ലാസിന്റെ പേര് ഞാൻ മെസ്സേജ് ഒന്ന് എടുത്തു. ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് ഒന്ന് എടുത്തത്. ഓക്കെ, ക്ലാസ് ആണോ ഇന്റർഫേസ് ആണോ എന്യൂമറേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ക്ലാസ് ആണോ കണ്ട പുതിയൊരു ഫയൽ ഉണ്ടായി. കണ്ടോ, മെസ്സേജ് ഡോട്ട് ജാവ. അന്നേരം ഇവിടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മെയിൻ ആക്ടിവിറ്റി പോലെ വേറൊരു ജാവ ക്ലാസ് ആണ്, ജാവ ഫയലാണ് മെസ്സേജ്. കണ്ടോ, അന്നൊരു ക്ലാസ് ഉണ്ടായി. ക്ലാസ്സിനകത്ത് ഞാനൊരു മെത്തേഡ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് സാധാരണ അറിയാം, ഒരു ക്ലാസ് ഉണ്ടാക്കിയാൽ ആ ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ ആ മെത്തേഡിനെ നമുക്ക് വേറെ എവിടെങ്കിലും നിന്ന് കോൾ ചെയ്യണമെങ്കിൽ ആ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്ട് ഡോട്ട് ഇട്ട് വിളിക്കണം. ജാവ തൊട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലേ? ജാവ അല്ല, C++ തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ്സിനകത്ത് മെത്തേഡിനെ എനിക്ക് വേറെ അല്ലെങ്കിൽ മെയിനകത്ത് നിന്ന് പബ്ലിക് ആണെങ്കിൽ പുറത്ത് നിന്ന് എനിക്ക് കോൾ ചെയ്യണമെങ്കിൽ ക്ലാസ്സിന് ഒരു ഒബ്ജക്ട് ഉണ്ടാക്കിയിട്ട് ഒബ്ജക്ട് ഡോട്ട് ഇട്ട് എനിക്ക് വിളിക്കാൻ പറ്റും. അല്ല, ഓക്കെ, അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ക്ലാസ്സിനകത്തുള്ള മെത്തേഡിനെ ഒബ്ജക്ട് ഉണ്ടാക്കാതെ ക്ലാസിന്റെ പേര് ഡോട്ട് ഇട്ട് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? C++ പഠിക്കുന്ന സാധനമാണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ ഞാൻ കോൾ ചെയ്യണമെങ്കിൽ ആ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടേ പറ്റത്തുള്ളൂ. ഇത് പണ്ട് തൊട്ട് നമ്മൾ പഠിച്ചാണ്. C++ലും ജാവയിലും വേറൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഒരു ക്ലാസ്സിനകത്തുള്ള മെത്തേഡിനെ എനിക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാതെ തന്നെ വിളിക്കണമെങ്കിൽ ആ മെത്തേഡ് ഒരു പ്രത്യേക ടൈപ്പ് മെത്തേഡ് ആയിരിക്കും. ആ മെത്തേഡ് എന്തോ മെത്തേഡ് ആയിരിക്കും? ഇല്ല, കൺസ്ട്രക്ടറിനെ വിളിക്കാനേ പറ്റത്തില്ലല്ലോ, തന്നെ വർക്ക് ചെയ്തോ. ഏതെങ്കിലും ടൈപ്പ് ആർക്കെങ്കിലും പറയാമോ? ഒന്ന് പുറത്തുനിന്ന് വിളിക്കണമെങ്കിൽ പബ്ലിക് ആയിരിക്കണം അല്ലേ? ക്ലാസ്സിന് പുറത്തുനിന്ന് വിളിക്കണം അല്ലെ? ഈ ക്ലാസ്സിന് പുറത്തുനിന്ന് വിളിക്കണം പബ്ലിക് ആയിരിക്കണം. പബ്ലിക് അതിന്റെ ആക്സസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആക്കുക അല്ലേ? സ്റ്റാറ്റിക് നിങ്ങൾ പഠിച്ചില്ലേ? സ്റ്റാറ്റിക് മെമ്പർ ഫംഗ്ഷൻ. ക്ലാസ്സിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആണെങ്കിൽ അതിനെ എനിക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കേണ്ട, ക്ലാസിന്റെ പേരിൽ വിളിക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇനി ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണ്ട. എന്നിട്ട് അത് എഴുതുന്നത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ്. സ്റ്റാറ്റിക്കിന്റെ സ്പെല്ലിംഗ് എഴുതിപ്പോയി. സ്റ്റാറ്റിക് ഫംഗ്ഷന്റെ ഡാറ്റ ടൈപ്പ് റിട്ടേൺ ചെയ്യുന്നില്ല. ഞാൻ ഈ ഫംഗ്ഷന്റെ പേര്
MESSAG എന്ന് കൊടുത്തു. ക്ലാസിന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ M ആണ്, അല്ലെ MESS എന്ന് കൊടുക്കാം. ഓക്കെ, ക്ലാസിന്റെ പേര് മെസ്സേജ് എന്നാണ്, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്. ക്ലാസ് എഴുതുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. മെത്തേഡ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ അല്ല, MESS എന്ന് കൊടുത്തു. ഓക്കെ ആണോ? ഓക്കെ സർ. ഈ മെത്തേഡിനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഓക്കെ, ഹലോ, ഓക്കെ സർ, കേൾക്കാം. ഒന്ന് പാസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ആണ്. നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ, ഉണ്ട്. 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഒന്ന് കോണ്ടെക്സ്റ്റ് ആണ് പാസ് ചെയ്യേണ്ടത്. കോണ്ടെക്സ്റ്റിന് ഒരു വേരിയബിൾ ഞാൻ കൊടുത്തു, CN. രണ്ടാമത്തത് ഒരു സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് ST. കണ്ടോ, ഈ കോണ്ടെക്സ്റ്റ് ഫെയറായിട്ട് നിൽക്കുക അല്ലേ? ചുമപ്പ് കളറിൽ നിൽക്കുക. അവിടെ ഓൾട്ട് എൻ്റർ അടിച്ചാൽ മതി. കണ്ടോ, ശരിയായി. കണ്ടോ, അതിന് വേണ്ടി ഇമ്പോർട്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്താൽ ശരിയായി. ഓൾട്ട് എൻ്റർ അടിച്ചപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ശരിയായി. കാരണം ഞാനിപ്പോൾ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുകയാണ്. ആ മെത്തേഡിനകത്ത് 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യും. മെത്തേഡിന്റെ പേര് MESS എന്നാണ്. ഞാൻ ഉണ്ടാക്കിയ ക്ലാസിന്റെ പേര് മെസ്സേജ് എന്നാണ്. അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. ഈ മെത്തേഡിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഇതിനകത്ത് മെത്തേഡ് ഇങ്ങനെ എഴുതുന്നത്, ട്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇതിനകത്ത് ഞാൻ ടോസ്റ്റ് എഴുതാൻ പോവാണ്. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. ടോസ്റ്റിനകത്ത് എന്തൊക്കെയാ പാസ് ചെയ്യേണ്ടത്? 3 ആർഗ്യുമെന്റ്. കോണ്ടെക്സ്റ്റ് ആണ് കോണ്ടെക്സ്റ്റ്. രണ്ടാമത്തെന്ന് വെച്ചാൽ മെസ്സേജ്. മൂന്നാമത്തെന്ന് വെച്ചാൽ എത്ര നേരം, ലെങ്ത് ലോങ്. അതെന്താ വേണം? ഡോട്ട് ഷോ ചെയ്യണം. കണ്ടോ, ഞാനൊരു ക്ലാസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡിനെ എങ്ങനെ എഴുതാം എന്ന് ഞാൻ പറഞ്ഞത്. അത് സ്റ്റാറ്റിക് എഴുതുന്നതിന്റെ കാരണം പറഞ്ഞാൽ മനസ്സിലായല്ലോ. എനിക്ക് അതിനെ അപ്പുറത്ത് വിളിക്കുമ്പോൾ ഇനി ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോകണ്ട, മെസ്സേജ് ഡോട്ട് എന്ന് പറഞ്ഞാൽ വിളിക്കാം ഈ മെത്തേഡിന്. മനസ്സിലായി? ക്ലാസിന്റെ പേരിൽ വിളിക്കാൻ പറ്റുന്ന ഒരേ ഒറ്റ മെത്തേഡാണ് സ്റ്റാറ്റിക് മെത്തേഡ്. ഇനി അങ്ങനെ സ്റ്റാറ്റിക് ആക്കണമെന്നില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. സ്റ്റാറ്റിക് അല്ലെങ്കിൽ എന്താ വേണം? അപ്പുറത്ത് പോയിട്ട് എവിടെ നിന്നാണ് വിളിക്കുന്നത് അവിടെ എന്താ വേണം? മെസ്സേജ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം, ഒബ്ജക്റ്റ് ഡോട്ടിട്ട് വിളിക്കണം. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ മെയിൻ ആക്ടിവിറ്റി വന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇതിനെ വിളിക്കാൻ പോവാം. ഇവിടെ ഞാൻ ടോസ്റ്റിനെ ഇങ്ങനെ വിളിക്കുന്നില്ല. ഓക്കെ, ഞാനിവിടെ നിന്ന് വിളിക്കാൻ പോവാണ്. എങ്ങനെ വിളിക്കാം? മെസ്സേജ് മെസ്സേജ് വന്നു. മെസ്സേജിനകത്തുള്ള മെത്തേഡ് വരും. MESS കണ്ടോ, അതിനകത്ത് കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം. കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ്. ഏത് ആപ്ലിക്കേഷനിലാണ് വർക്ക് ചെയ്യേണ്ടത്? കണ്ടോ, എന്താണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഹായ് ഓൾ കഴിഞ്ഞു. കണ്ടോ, ഞാൻ അവിടെ കൊടുത്ത വേരിയബിൾ ഒക്കെ ഇവിടെ വന്നുണ്ട്. ST അവിടെ കൊടുത്ത കണ്ടോ, ആ വേരിയബിൾ ഒക്കെ ഇവിടെ വന്നോളൂ. ഇന്ന് നമ്മൾ പുതിയൊരു സാധനം പഠിച്ചു. എങ്ങനെ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാം, ജാവ ക്ലാസ് ഉണ്ടാക്കാം. ആ ക്ലാസ്സിനകത്തൊരു മെത്തേഡ് എങ്ങനെ ഉണ്ടാക്കാം. മെത്തേഡിനെ എനിക്ക് വേറൊരു ഫയലിൽ നിന്ന് അങ്ങനെ കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ മെത്തേഡിനെ ഉണ്ടാക്കി, സ്റ്റാറ്റിക് ആക്കി. സ്റ്റാറ്റിക് ആക്കിയതിന്റെ ഗുണം എന്താ? ആ ക്ലാസിന്റെ പേരിൽ എനിക്ക് ആ മെത്തേഡിനെ വിളിക്കാം. കണ്ടോ, ഇല്ലായിരുന്നെങ്കിൽ സ്റ്റാറ്റിക് അല്ലായിരുന്നെങ്കിൽ മെസ്സേജിന് ഞാൻ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒബ്ജക്റ്റ് ഡോട്ടിട്ട് വിളിക്കണമായിരുന്നു. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? മെസ്സേജ് വന്നോ? കണ്ടോ, താഴെ വന്ന ഹായ് ഓൾ. പുതിയൊരു ക്ലാസ് ഒക്കെ ഉണ്ടാക്കാം. പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ജാവ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ പാക്കേജ് ആണ്. അതേ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ അടിച്ച് ന്യൂ എടുത്തിട്ട് ജാവ ക്ലാസ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ജാവ ക്ലാസ് ആണ്. ജാവ ക്ലാസ്സിന്റെ ഒരു പേര് കൊടുത്തു. എന്നിട്ട് അവിടെ തന്നെ താഴെ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞു. ഞാൻ ക്ലാസ് ആണെന്ന് പറഞ്ഞു. അത് പുതിയൊരു ഫയൽ ഓപ്പൺ ആയിരുന്നു. ആ ഫയലിനകത്ത് ഇത്രയും വരെ ഡീഫോൾട്ട് ആയിട്ട് അവിടെ കിടന്നാണ് അല്ലേ? ഞാൻ അതിനകത്ത് ഒരു മെത്തേഡ് എഴുതി. ഈ 2 ലൈനെ എഴുതിയുള്ളൂ. ആ മെത്തേഡിന്റെ പ്രത്യേകത പബ്ലിക് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് ഇവിടെ അകത്തു നിന്നല്ല, ആക്സസ് സ്പെസിഫയർ പുറത്തു നിന്ന് എനിക്ക് ആക്സസ് ചെയ്യണം. സ്റ്റാറ്റിക് എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒബ്ജക്റ്റ് ഉണ്ടാക്കാതെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗത്തില്ല. അത് നമ്മൾ C++ തൊട്ട് പഠിക്കുന്ന ഒരു സാധനമാണ്. ഒരു ക്ലാസ്സിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻ സ്റ്റാറ്റിക് ആണെങ്കിൽ അതിന് ഒബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് ക്ലാസിന്റെ പേര് വിളിക്കാം. ക്ലാസിന്റെ പേര് ഡോട്ടിട്ട് വിളിക്കാം. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് കൊടുത്ത് ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നില്ല. ഞാൻ ഫംഗ്ഷന്റെ പേര് MESS എന്ന് കൊടുത്തു. ഇതിനകത്ത് 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഒന്ന് സ്ട്രിങ്ങും പിന്നെ കോണ്ടെക്സ്റ്റും. ഇത് എവിടെ നിന്നാണ് വരുന്നത്? എന്നിട്ട് ഞാൻ ടോസ്റ്റിനകത്ത് 3 ആർഗ്യുമെന്റ് പാസ് ചെയ്തു. ആദ്യത്തെ CN ആണ്, രണ്ടാമത്തെ മെസ്സേജ് ആണ്, മൂന്നാമത്തെ അത് ലോങ് ആണോ ഷോർട്ട് ആണോ ഇതിന്റെ ഷോ ചെയ്യണം. ഇത്രയും കഴിഞ്ഞിട്ട് മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് എനിക്ക് വിളിക്കണമെങ്കിൽ സ്റ്റാറ്റിക് ആയതുകൊണ്ട് ക്ലാസിന്റെ പേര് ഡോട്ട് അത്ര ഇടുമ്പോൾ തന്നെ എന്താ വരും? അതിനകത്തുള്ള മെസ്സേജുകളെല്ലാം വരും. MESS ആണ്.
അതിനകത്ത് ആദ്യത്തെ കോണ്ടക്സ്റ്റ് ആണ് ഇപ്പൊ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്നുള്ളതാണ് എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ കിട്ടുന്നത്. ഏതാ ഗെറ്റ് ആപ്ലിക്കേഷൻ കോണ്ടക്സ്റ്റ് കിട്ടും. രണ്ടാമത്തത് 2 ആർഗ്യുമെന്റേ ഉള്ളൂ. രണ്ടാമത്തെന്ന് വെച്ചാൽ ഹായ് ഓൾ. ഇങ്ങനെ നമ്മൾ ടോസ് എഴുതണ്ട. ടോസ് എഴുതാതിരിക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ പറഞ്ഞ ഒരു ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം, പുതിയൊരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്, പുതിയൊരു ജാവ ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാം, ആ ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡിനെ എങ്ങനെ എഴുതാം, ആ മെത്തേഡിനെ എനിക്ക് വേറൊരു ഫയലിൽ നിന്ന് എങ്ങനെ കോൾ ചെയ്യാം. ക്ലിയർ ആണോ? ഇത്രയും കുഴപ്പമില്ലല്ലോ? ശരി, കുഴപ്പമില്ല. ശരി, ഞാൻ തിരിച്ച് നമ്മുടെ XML ഫയൽ വന്നു. ഒരു ബട്ടൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ബട്ടന്റെ മേളിലായിട്ട് ഞാൻ റേഡിയോ ബട്ടൺ വെക്കാൻ പോവാണ്. റേഡിയോ ബട്ടന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര റേഡിയോ ബട്ടൺ വേണേലും വെക്കാം, പക്ഷെ അത് ഗ്രൂപ്പാണ്. അതിൽ ഒരെണ്ണേ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ചെക്ക് ബോക്സ് എന്ന് പറയുമ്പം അത് ഓരോന്നും സെപ്പറേറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് എനിക്ക് ചോയ്സ് സെലക്ട് ചെയ്യാം. പക്ഷെ റേഡിയോ ബട്ടൺ 10 ഉണ്ടെങ്കിലും 2 ഉണ്ടെങ്കിലും ഒരെണ്ണേ സെലക്ട് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഒറ്റ ഗ്രൂപ്പിനകത്ത് എടുക്കണം. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ഗ്രൂപ്പ്. റേഡിയോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ വിഡ്ജറ്റിനകത്ത് വേണം റേഡിയോ ബട്ടൺ വെക്കാൻ. കാരണം ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ ടൈപ്പ് ചെയ്യുന്നു റേഡിയോ ഗ്രൂപ്പ്. കണ്ടോ, എല്ലാത്തിനും ഡിഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് വിഡ്ത്തും ഹൈറ്റും. കണ്ടന്റ് കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് വേണം എന്താ വെക്കാൻ, റേഡിയോ ബട്ടൺ വെക്കാൻ. എങ്കിലേ ഇതിനെ ഒറ്റ ഗ്രൂപ്പ് ആക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ വെറുതെ റേഡിയോ ബട്ടൺ കൊടുത്താൽ എല്ലാം സെലക്ട് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പിലുള്ളതിനെ 2 അല്ല 3 മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോ ഗ്രൂപ്പിനകത്ത് വേണം റേഡിയോ ബട്ടൺ വെക്കാൻ. ഇത്രയും ക്ലിയർ ആണേ? ഇതിന് ഞാനൊരു ഐഡിയും കൂടെ സെറ്റ് ചെയ്യുവാണേ. ഐഡി ഈക്വൽസ് റേഡിയോ ഗ്രൂപ്പിന് RG എന്ന് കൊടുത്തു. ഇനി ഇതിനകത്ത് വന്നിട്ട് ഞാൻ റേഡിയോ ബട്ടൺ വെക്കുവാണ്. ഇതിനകത്ത് റേഡിയോ ബട്ടൺ വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. റേഡിയോ ബട്ടൺ വെക്കുന്നു. റേഡിയോ ബട്ടൺ. അതിന് വാപ്പ് കണ്ടന്റ് ഹൈറ്റും വിട്ടും കൊടുത്തു. ഹലോ, ഞാൻ കൊടുത്തു ടെക്സ്റ്റ് 1 എന്നെഴുതി. ഓക്കെ, ഇത് തിരിച്ചറിയാൻ വേണ്ടി ID വേണം. ID ഞാൻ എടുത്തു. ID R1 എന്ന് എടുത്തു. കളർ മാറ്റുകയൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഒരു റേഡിയോ ബട്ടൺ കൊണ്ട് അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം വന്നു. ഈ റേഡിയോ ബട്ടണിനെ ഞാൻ കോപ്പി ചെയ്തു. രണ്ടാമത് ഒന്നുകൂടെ വെച്ചു. മൂന്നാമത് ഒന്നുകൂടെ വെച്ചു. ഇപ്പൊ 3 റേഡിയോ ബട്ടനായി. ചോപ്പ് കാണിക്കുന്ന ID പ്രശ്നമാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തേനെ ഞാൻ R2 എന്നും മൂന്നാമത്തേനെ R3 എന്നും കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ ടെക്സ്റ്റ് ഞാൻ 2 എന്ന് എഴുതി. മൂന്നാമത്തെ ടെക്സ്റ്റ് 3 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അല്ലെ? താഴെയാ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ബട്ടൺ നമ്മൾ വെച്ച് ബട്ടന്റെ താഴെ ഞാനൊരു ടെക്സ്റ്റ് വെക്കാൻ പോവാണ്. ടെക്സ്റ്റ് വ്യൂ വാപ്പ് കണ്ടന്റ് കൊടുത്തു. അതിന് ഒരു ടെക്സ്റ്റ് ഇപ്പൊ ചുമ്മാതെ എവിടാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹായ് എന്ന് കൊടുത്തു. ഒരു ID കൊടുക്കുന്നു. ID ടെക്സ്റ്റ് ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് സൈസ് ഞാനൊന്ന് വലുതാക്കി. ടെക്സ്റ്റ് സൈസ് ഒരു 40 കൊടുത്തു. 40 dp. ഔട്ട്പുട്ടിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം അല്ലേ? ഇത്രയും വരെ ചെയ്ത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഡിസൈൻ ചെയ്തത്? ശരി, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ 1 എന്നും പറഞ്ഞൊരു ബട്ടൺ വെച്ചായിരുന്നു അല്ലേ നേരത്തെ? ആ 1ന്റെ കണ്ടന്റ് ഞാൻ ക്ലിക്ക് എന്നാക്കുവാണേ. ക്ലിക്ക് മീ അതോടെ വന്നു. എനിക്കിനി ഈ ക്ലിക്ക് മീയുടെ തൊട്ടപ്പുറത്ത് റീസെറ്റ് എന്നൊരു ബട്ടൺ വരണം. അന്നേരം ഈ ബട്ടൺ ഞാൻ കോപ്പി ചെയ്ത് ആയിട്ട് വെച്ചപ്പോരേ? കോപ്പി ചെയ്ത് ആയിട്ട് വെക്കുവാണേ. എന്നിട്ട് അതിനകത്തുള്ള ക്ലിക്ക് മീ ഞാൻ മാറ്റിയിട്ട് റീസെറ്റ് എന്നാക്കി.
അതിന്റെ ID B2 വെച്ചു. ഇത്രയും വരെ ഓക്കെ ആണോ? ഇത്രയും വരെ ഓക്കെ.